ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്. നതാനിയ ലല വിപിൻ. പ്രീമച്വറായി ജനിച്ചതിനെ തുടർന്ന് അനുഭവിച്ച വലിയ ദുരിതങ്ങളെയൊക്കെ താണ്ടി ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയാണ് ഇന്ന് നതാനിയ. ഖത്തറിലാണ് നതാനിയും കുടുംബവും ഉള്ളത്. അവിടെ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് നതാനിയും നതാനിയുടെ അമ്മ നീതു വിപിനും. രണ്ടുപേർക്കും സ്വാഗതം ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം മോളിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഡോക്ടർമാർ മരിച്ചു പോകും അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ കുഞ്ഞാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ മിടുക്കി കുട്ടിയായിട്ടിരിക്കുന്നത്. ഒരുപാട് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിലും. ആ ഒരു ഊർജം ഞങ്ങളിലേക്കും കിട്ടുന്നുണ്ട്. മോളെ, ആ കഥ മോള് തന്നെ പറയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫീല് ഞങ്ങൾക്ക് കിട്ടുന്നത്. പറയും മോളെ, എന്തായിരുന്നു, എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ചെറിയ കഥ പറയാം. ഇതൊരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ ജനനം എല്ലാവരെയും പോലെ സാധാരണമായിരുന്നില്ല. അവളുടെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം തികയ്ക്കാൻ അവൾക്ക് സാധിച്ചില്ല. മാസം തികയാതെ 6ാം മാസത്തിൽ തന്നെ അവൾക്ക് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴേണ്ടി വന്നു. വെറും 550 ഗ്രാം തൂക്കം. അച്ഛന്റെയും അമ്മയുടെയും കയ്യിലൊന്നും എടുത്തു പിടിക്കാൻ പോലും സാധിക്കാത്ത അത്രയും പിഞ്ചു കുഞ്ഞ്. ഒരു ഗ്ലാസ് കപ്പിൽ വെച്ച പൂവിനെ പോലെ ആയിരുന്നു അവൾ. ഡോക്ടർമാർ അവളെ ആശങ്കയോട് നോക്കി. ഒരാൾ പറഞ്ഞു, ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാത്ത അവസ്ഥ. ചില ദിവസം വെന്റിലേറ്ററിൽ വെക്കുന്നു, ചില ദിവസം ശ്വാസം എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബീപ് ബീപ് എന്ന ശബ്ദങ്ങളും വയാറുകളും ചുറ്റിയിരിക്കുന്ന അവളെ ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിക്കാൻ ഡോക്ടർമാരോടൊപ്പം മറ്റൊരു മാലാഖമാരുണ്ടായിരുന്നു. അവരാണ് നഴ്സുമാർ. അവരുടെ ഓരോ നെടുവീർപ്പിലും അവരായിരുന്നു കാവൽക്കാർ. തന്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ തൊടാനാവാത്ത സമയത്ത് നഴ്സുമാരുടെ പ്രാർത്ഥനയോട് കൂടിയുള്ള കൈകളായിരുന്നു അവളുടെ ആദ്യ സ്നേഹസ്പർശനം. അങ്ങനെ 4 മാസത്തെ ഇൻക്യുബേറ്റർ വാസത്തിനു ശേഷം അകത്ത് നിന്ന് ഒരു ശബ്ദം. കരഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞ് ജീവിക്കും. ഷീ ഇസ് എ ഫൈറ്റർ. ഇവൾ പോരാടും. ഷീ വിൽ ഓവർകം. കഴിവുകൾ പരിമിതമായിരിക്കാം, എന്നാൽ അവൾക്ക് അതിജീവിക്കാനുള്ള കഴിവ് അവളിൽ തന്നെയുണ്ട്. ഷീ ഇസ് എ മിറാക്കിൾ ബേബി. ഇത് കേട്ടതും അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ ഇരുമ്പ് മനസ്സോടെ നിലകൊണ്ടു. അവളുടെ മുഖത്തേക്ക് നോക്കി അവളോടും ലോകത്തോടും അവർ പറഞ്ഞു, കുഞ്ഞെ, നീ ജീവിക്കും. ദൈവം തന്ന ദാനം എന്ന് പറഞ്ഞ് അവൾക്ക് നതാനിയ എന്ന് അവർ പേരിട്ടു. മാസം കടന്നു. അവൾ നടന്നു, അവൾ പഠിച്ചു, അവൾ വേദികളിലെത്തി. ഒരു ദിവസം അവൾ മൈക്കെടുത്തു. എന്നിട്ട് ഈ ലോകത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നു. അനേകർക്ക് പ്രചോദനമായി. ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ഇവൾ ആരാണ്? ഇവളാണ് ഞാൻ. ഇത് എന്റെ കഥയാണ്. എന്നാൽ ഇത് എന്റെ മാത്രം കഥയല്ല. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, നമ്മളെ ഇപ്പോഴും കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം, തക്കതായ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളും. നമ്മളെ ഓമനിച്ച് ലാളിച്ച് സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും. അതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഇവർ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സൂപ്പർ ഹീറോസ്. ഇവരെ ആദരിക്കൂ, ഇവരെ സ്നേഹിക്കൂ, ഇവരെ പരിപാലിക്കൂ. ഇതാണ് എനിക്കുള്ള നിങ്ങൾക്കായുള്ള സന്ദേശം. ആഹാ, നീതു, നതാനിയ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നതാനിയ പറഞ്ഞതുപോലെ ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നീതുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. നീതു, ആ സമയം ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എന്തായിരുന്നു ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞപ്പോൾ? പ്രീമച്വർ ബേബി നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയായിരുന്നു അതിനെ അതിജീവിച്ചത് നീതു?
തീർച്ചയായിട്ടും ഞങ്ങളും ഒരു യങ് കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു യങ് പേരൻസ് ആയിരുന്നു. അപ്പൊ നമുക്കും അങ്ങനെ ഒരു പ്രിമച്ചുവർ ബേബി എന്നുള്ള ഒരു കാര്യം അന്ന് ചിന്തിക്കുന്നില്ല. 13 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതും 6 മന്ത്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും അറിയത്തില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ എന്ത് ചെയ്യും, കാരണം അങ്ങനെ ഒരു കുട്ടി അവിടെ ഇല്ല. 24 വീക്സ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണ്. ഇപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഇന്ന് 6 മാസം തികയുകയാണ്, ഇന്നലെ ആയിരുന്നു ജനിച്ചതെങ്കിൽ ഞങ്ങൾ ഓക്സിജൻ കൊടുക്കത്തില്ലായിരുന്നു, കാരണം ഒട്ടും തന്നെ ചാൻസ് ഇല്ല. അപ്പം അവരുടെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം എന്നുള്ള രീതിയിൽ അവർ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഇന്നൊരു ദിവസം ആയതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവത്തിന്റെ ഒരു കരുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം. ഒരു മിറാക്കിൾ ബേബി തന്നെയാണ്. പിന്നീട് നമ്മുടെ പേരൻസ്, ശരിക്കും പറയണം, എന്റെ പപ്പായും മമ്മി ആണെങ്കിലും ഹസ്ബൻഡ് ഫാദറും മദറും ഒക്കെ ആണെങ്കിലും ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ടീച്ചേഴ്സ്, കൂടെ നിൽക്കുന്ന തെറാപ്പീസ്, ഇഷ്ടംപോലെ തെറാപ്പീസും സർജറീസും ഇതിനിടയ്ക്ക് ഒരുപാട് നടന്നിട്ടുണ്ട്. കുട്ടിക്ക് സെറിബ്രൽ പാൽസി ഉണ്ട്. റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും കുറച്ച് വീക്കാണ്, റൈറ്റ് സൈഡ് വീക്കാണ്. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ബ്രെയിനിന് വന്നിരിക്കുന്ന ഒരു ഡാമേജ് ആണ് ഈ ഒരു റൈറ്റ് സൈഡിന് വന്നിരിക്കുന്ന വീക്ക്നെസ്. അങ്ങനെ ഉണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ട്രൈ ചെയ്ത് എഴുതാൻ പഠിച്ച് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതും. ലെഫ്റ്റ് ഹാൻഡർ ആണ്. തെറാപ്പീസ് ഒക്കെ ഇപ്പം ഓൺഗോയിങ് ആണ്. സർജറീസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ മുന്നേറി വരുന്നു. നത്താനിയ, ഇപ്പോ സ്കൂളില് എന്താണ് അവസ്ഥ? സ്കൂളിൽ ഇതുപോലെ പ്രസംഗത്തിനൊക്കെ പോവാറുണ്ടോ? അവിടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടോ? കൂട്ടുകാര് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നെ എപ്പോഴും റിജക്ഷൻസും ഇങ്ങനെ കളിയാക്കലും ഒക്കെ വരുമ്പോ എന്നെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് സിയോണ. എനിക്ക് നല്ല ധൈര്യമൊക്കെ തരും, പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ പറയുന്ന ഒരു ഫ്രണ്ടാണ് സിയോണ. നത്താനിയുടെ ശബ്ദം, സംസാരം കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. നീതു, ഈ എന്തൊക്കെയാണ് മോളുടെ ബുദ്ധിമുട്ടുകൾ? ചെറുതിലെ മുതൽ നിങ്ങൾ ഇങ്ങനെ പരിശീലിപ്പിച്ചാണോ മോൾ ഇങ്ങനെ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എത്തിയത്? എപ്പോഴും നമുക്ക് ഊർജം കിട്ടുന്നത് എപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്നാണല്ലോ, ചെറുതിലെ മുതൽ. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ഊർജം വളരെ പോസിറ്റീവായിട്ട് ആ കുഞ്ഞിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാകട്ടെ. നീതു പറയൂ, എങ്ങനെയാണ് മോളെ ഇങ്ങനെ വളർത്തിയെടുത്തത്? തീർച്ചയായും മോള് ജനിച്ച് അപ്പൊ തന്നെ ഒരു 4 മാസം ഇൻക്യുബേറ്ററിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ്, കാരണം കൈയൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല, ഫുൾ വയറായിട്ടൊക്കെ ഇരിക്കുന്നു, അതും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം നമ്മള് എല്ലാ ദിവസവും പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ്. ഓരോ ദിവസവും ഒരു അൺസർട്ടനിറ്റി ആണ്. കാരണം ഇപ്പൊ ഇന്ന് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഓക്കെ ഇന്ന് ഇച്ചിരി ബെറ്റർ ആണ്, ഇന്ന് കറക്റ്റായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, ഇന്ന് ലെവൽ കറക്റ്റ് ആണെന്ന് പറയും. അപ്പൊ നാളെ നമ്മൾ ഹോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും പറയും, ഇന്ന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇന്ന് വെന്റിലേറ്ററിൽ വെച്ചിരിക്കുവാണ്, 2 ദിവസം വെന്റിലേറ്ററിലായിരിക്കും, പിന്നെ അവിടുന്ന് എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എന്ത് സംഭവിക്കും, ഓരോ ദിവസവും എന്ത് സംഭവിക്കും എന്നുള്ളൊരു വേവലാതി. അങ്ങനെ നമ്മുടെ കയ്യിൽ 4 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടി വീട്ടിൽ ചെല്ലുന്ന സമയത്തും ഒരുപാട് തെറാപ്പീസ് ആണ് ഈ പറഞ്ഞ പോലെ. പിന്നീട് മോള് നടന്നു തുടങ്ങുമ്പോഴും ടോ വാക്കിംഗ് എന്ന് പറയും, കാല് പൊക്കി വെച്ചുള്ള ആ ഒരു നടക്കുന്നതായിരുന്നു. അതിന് ഒരുപാട് തെറാപ്പീസ് നമ്മൾ ചെയ്തു, ഖത്തറിൽ തന്നെ, അതുപോലെ നാട്ടിലും. മുണ്ടക്കയത്ത് AMBR ആണ് നമ്മുടെ വീട്. അപ്പൊ അമ്മയൊക്കെ പോയിട്ട് പുൻകുന്നത്തൊക്കെ പോയിട്ട് കാഞ്ഞിരപ്പള്ളി പോയിട്ട് മോളുടെ കാലിന്റെ ഒക്കെ ഉള്ള തെറാപ്പീസ് ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും നമുക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വന്നു കാലിന്. അങ്ങനെ വീണ്ടും നടക്കുന്നതിലൊക്കെ, കാരണം കാലിന്റെ ഒരു വളവ് വരും, പിന്നീട് അത് നട്ടലിനെ ബാധിക്കും. നട്ടലിന് ഒരു വളവുണ്ടായിരുന്നു 2 വർഷം മുമ്പ്, അങ്ങനെ ഒരു സർജറി ചെയ്തു, ഒരു ലെങ്തനിങ്ങിനുള്ളൊരു സർജറി ഉണ്ട്. അപ്പൊ അതൊക്കെ ഇടുന്ന സമയത്ത് വലിയ അയൺ കാസ്റ്റ് ആണ് കാലിലിട്ടിരിക്കുന്നത്, അത് സ്ക്രൂ വെച്ച് ഇങ്ങനെ മുറുക്കണം. അപ്പൊ കാലിനകത്തോട്ട് നമ്മളൊന്നും ലൈഫിൽ കണ്ടിട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു 50s ഒക്കെ കഴിഞ്ഞാൽ ആൾക്കാർ ഗോ ത്രൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് മോൾ ഓൾറെഡി ഇത്രയും ഈ ഒരു 13 years ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും പറയും, മോളെ, അതുകൊണ്ട് ഒന്നിനും നിനക്ക് ആർക്കാൻ പറ്റത്തില്ല, അൺലെസ് യു ഡിസൈഡ് ഫോർ ദാറ്റ്. എനിക്ക് പറ്റത്തില്ല എന്ന് മോള് വിചാരിച്ചാൽ, പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും, എല്ലാത്തിനും മുന്നോട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നീതുവിന്റെ വിപ്പിന്റെയും ആ വാക്കുകൾ തന്നെ ആയിരിക്കും നതാനിയുടെ മുഖത്തുള്ള ഇപ്പോഴത്തെ ചിരി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെയിൻഫുൾ ആയിട്ടുള്ള ആ സ്ക്രൂ മുറുക്കുന്നതിനെ കുറിച്ചും അയൺ റോഡ് ഇടുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സൈഡില്. നതാനിയ, ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണ്? മോൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത്? എനിക്ക് ബട്ടൺസ് ഇടാനും സ്കൂൾ യൂണിഫോമിന്റെ ബട്ടൺസ് ഇടാനും അതുപോലെ തന്നെ എഴുതാനും ഒക്കെ കുറച്ച് സ്ലോ ആണ്, എന്നാലും ഞാൻ എഴുതുന്നുണ്ട്.
ഉം, ഉം, ഉം. നടക്കാൻ ഇവൻ മുഖത്തിപ്പോ കാണുന്ന ഈ ഒരു മുറിവാണ് അത് കാണുന്നത്. ഇപ്പം 2 ദിവസം മുമ്പ് ഒന്ന് കളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ വീണ്. അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് വീഴുക, അല്ലെങ്കിൽ റോഡ് ഉം, ഒന്ന് ഉം, ക്രോസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലോനെസ് ആണ് ഏറ്റവും കൂടുതൽ. ആ ഒരു സ്ലോ ആയിട്ട് അവര് സ്റ്റേഴ്സ് കയറുമ്പോഴ് സ്റ്റേഴ്സ് കയറുമ്പോൾ അതുപോലെ എല്ലായിടത്തും അവരൊന്ന് ബാക്ക് ആവും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇമോഷണലി. ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ മറ്റു കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, അവരവിടെ ഉം. ബാക്ക് ആവുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് കയറാൻ പോലും ഉള്ള ഒരു ഡിഫിക്കൽറ്റി. അതാണ് മോള് പറഞ്ഞത്, ഒരുപാട് സെറ്റ് ബാക്സ് ഒക്കെ വരും, റിജക്ഷൻസ് ഒക്കെ വരും, കുറെ അവോയ്ഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അത് ഇമോഷണലിയും മെന്റലിയും അവർക്ക് എഫക്റ്റഡ് ആവും. ഈവൻ ഇത് ഫിസിക്കലി ആണെന്ന് പറഞ്ഞാലും അത് ഒരുപാട് മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നത്താനിയ അവരെക്കാട്ടിലൊക്കെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളല്ലേ. അവരെന്ത് പറഞ്ഞാൽ കളിയാക്കുന്നതെന്ന് എനിക്കിപ്പോഴും അതിശയമാണ്. ഞാൻ വണ്ടറായിട്ടിരിക്കുകയാണ്, അതെങ്ങനെയാ നത്താനിയനെ കളിയാക്കാൻ പറ്റുക? കാരണം നത്താനിയയുടെ സ്പീച്ച് പ്രസംഗം കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു 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 പ്രശ്നമുള്ള ആളാണ് എന്ന് തോന്നിയതേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിച്ചു വന്ന ഒരാളാണെന്ന് തോന്നിയതേ ഇല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സംസാരിച്ചത്. എന്തൊക്കെയാ ഹോബീസ്? എനിക്ക് ഞാൻ എന്റെ ബ്രദറിനോട് കളിക്കും. അതുപോലെ തന്നെ കുറച്ചു നേരം ഓഡിയോ ഇതൊക്കെ കേൾക്കും. ബുക്സ് ഒക്കെ വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. മോട്ടിവേഷണൽ ബുക്സ്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് 1 minute സ്റ്റോറി ഒക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുതുകാട് അങ്കിളിന്റെ അടുത്ത് പോയപ്പോ ആ ഫോട്ടോ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. മുതുകാട് അങ്കിൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെക്കുന്ന കണ്ടു. ഈ ഒരു നമ്മളോടിപ്പം നത്താനിയ പറഞ്ഞ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടു. ആ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാമോ? എന്തായിരുന്നു സംഭവം? ഞങ്ങള് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മുതുകാട് സാർ ഖത്തറി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങള് കാണാൻ പോയതായിരുന്നു. വീഡിയോസ് ഒക്കെ മോൾ അധികം കാണും. അപ്പൊ അങ്ങനെ കാണാനുള്ള ഒരു ആഗ്രഹം ജസ്റ്റ് പോയി കാണാം. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം അവസാനം എന്നാ ജസ്റ്റ് വിചാരിച്ചത്. ആ ഒരു ആഗ്രഹത്തിൽ പെട്ടെന്ന് പോവുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞാല് സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഡിസ്കഷൻ ടൈം ആവാം, നിങ്ങൾക്ക് ലേഡീസിന് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, കുട്ടികൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു മൊമെന്റ് വന്നു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ സാറ് മോൾക്കൊരു വേർഡ് കൊടുക്കാമോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു കേട്ടത് എനിക്കൊരു വേർഡ് പറയാനുണ്ടെന്നാ ഞാൻ കേട്ടത്. അപ്പം ഞാൻ അങ്ങനെ എന്തായാലും സ്റ്റേജിൽ കയറി ഒരു വേർഡ് പറഞ്ഞോട്ടെ സാർ? തീർച്ചയായിട്ടും വന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നുണ്ടോ, അയ്യോ അങ്ങനെയല്ല, എനിക്കൊരു ഇത്, കാരണം ആ ഒരു സ്റ്റേജ് നമുക്ക് എടുക്കാമോ എന്ന് അറിയത്തില്ല, അൺഎക്സ്പെക്ടഡ്. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു നിമിത്തം. സാർ തന്നെ സ്റ്റാർട്ട് ചെയ്യും പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു നിമിത്തമാണ്, ഞാനിവിടെ വന്നതും നിങ്ങളെ കാണുന്നതും ഒക്കെ ഒരു അതുപോലെ നടന്നൊരു സംഭവമാണ്. അങ്ങനെ മോള് പറഞ്ഞു. സാറ് ശരിക്കും നെറുകയിലൊക്കെ ചുംബിച്ച് ഒരു ബ്ലെസ്സിങ്ങും കൊടുത്ത് അല്ലേ. അതുപോലെ നെക്സ്റ്റ് ഡേ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. മോൾക്ക് 13 years ആയത് 23. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ആഹാ, പിന്നെ എന്താണ് അതിൽ കൂടുതൽ വേണ്ട? ഭയങ്കര ഹാപ്പി ആയി കാണുമല്ലോ അപ്പൊ. തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയായി. കേക്കും ഒക്കെ കൊണ്ടാ പറഞ്ഞത്. അതുപോലെ തന്നെ സാർ എഴുതിയ ഒരു ബുക്കുണ്ട്, മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അതാണ്, അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. മാജിക്കിന് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ്? സ്പീഡാണ്. അപ്പം നത്താനിയ ആ സ്പീഡിലേക്കൊക്കെ വരണം എന്നാണ് മാജിക് അങ്കിൾ എന്ന് നമ്മൾ വിളിക്കുന്ന മുതുകാട്, ഗോപിനാഥ് മുതുകാട് പറയുന്നതും. അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് സ്പീഡിലേക്ക് ഇനി വരണം, പറ്റും നത്താനിയക്ക് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടിലായിരുന്നല്ലോ ആദ്യം സ്കൂളിൽ പഠിച്ചത്, ഇപ്പോ ഖത്തറിലാണ്. അപ്പോ ഏതാ ഇഷ്ടം? നാടാണോ ഖത്തറാണോ നല്ലത്? രണ്ടും നല്ലതാ. ഓക്കെ. അപ്പൊ നാട്ടിൽ പഠിച്ചപ്പോൾ ഉള്ള വ്യത്യാസം എന്തായിരുന്നു? ഇവിടുത്തെ കൂട്ടുകാരും സ്കൂളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നീതു ഇവിടെ ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നു ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ? നീതു ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ, കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില സമയത്ത് കൊറോണ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനിവിടെ സ്റ്റക്കായി, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഗ്രാൻഡ് പേരൻസ് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ മോളെ നോക്കിയത്. ആ സമയത്ത് NDR ഉള്ള JJ മർഫി എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു LKG UKG പഠിച്ചത്. പിന്നീട് 1st സ്റ്റാൻഡേർഡ് തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ MTLP സ്കൂളിലാണ് കോഴഞ്ചേരിയിൽ പഠിച്ചത്. അപ്പൊ സമയത്തൊക്കെ ഇപ്പം അവിടെ നല്ല സപ്പോർട്ടായിരുന്നു കുട്ടിക്ക് എല്ലാ രീതിയിലും. കാരണം അന്നൊക്കെ ഇതിലും നല്ല സ്ലോ ആയിരുന്നു എഴുതാനും
അങ്ങനെ ഇപ്പോഴാണ് ഇച്ചിരി കൂടെ അത്രയും ടൈമിന്റെ എഫേർട്ടാണ് ഇപ്പം റിസൾട്ട് തരുന്നത്. അപ്പം ആ സമയത്ത് ഒരുപാട് സ്ലോ ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ സർജറീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അത്രയും ക്ലാസ്സുകൾ മിസ്സാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു, കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു ആ സമയത്തൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നെങ്കിലും ആ സമയത്തെല്ലാം കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ BRCയുടെ സപ്പോർട്ടൊക്കെ സ്കൂളിൽ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു. നമ്മുടെ നല്ല ഗവൺമെന്റിന്റെ ഇതിൽ വരുന്ന സ്കൂൾ തന്നെയായിരുന്നു. പിന്നീട് മോള് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മോൾക്ക് ഈ കാലയില് കമ്പ്യൂട്ടർ അത്രയും വലിയൊരു കാസ്റ്റ് ഇട്ട സമയത്താണ് മോള് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം അത് 6 മാസത്തോളം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. കാരണം നാട്ടിലൊരു വീൽ ചെയർ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ടൗൺസിലും വില്ലേജസിലും ഒന്നും ഇല്ലാന്ന് ആ സമയത്ത്. സ്കൂളിൽ പോകണം. ഞാൻ അതിലേക്ക് വരുമായിരുന്നു നീതു. കാരണം സ്വന്തം കാര്യം മാത്രമല്ല നതാനിയെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് വലിയ സന്തോഷം. അപ്പോൾ എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി എനിക്കൊരു വേദി കിട്ടുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം നതാനി ഒരു സ്റ്റേജിൽ അത് പറഞ്ഞിരുന്നു അല്ലേ, നാട്ടിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന്. ആ സ്റ്റേജ് എവിടെയായിരുന്നു, എന്തായിരുന്നു, അതിനെക്കുറിച്ച് പറയൂ. എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെ ആവശ്യങ്ങളാ പറഞ്ഞത്? അത് ICC എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പം ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരുന്നു ആ സ്പീച്ച് പറഞ്ഞ്. നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ടു ഖത്തർ ഉള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അവർക്ക് നമുക്ക് തന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ആഗ്രഹം, ഇന്ത്യയിൽ നിന്നും എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു സ്പീച്ചാണ് മോൾക്ക് കൊടുത്തത്. അപ്പം മോള് പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ പ്രോപ്പർ റാമ്പ് ഇല്ല, അല്ലെങ്കിൽ വീൽ ചെയർ ഫെസിലിറ്റീസ് ഇല്ല. മോൾ ഒത്തിരി പ്രൗഡാണ്. മോൾ പറഞ്ഞു ഞാൻ ഇന്ത്യൻ ആവുമ്പോ ഞാൻ നല്ല പ്രൗഡാണ്, കാരണം നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ചെറിയ കാര്യം എന്നെ വിഷമിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു എന്റെ കാലിൽ ഇങ്ങനെ കാസ്റ്റ് ഇട്ട് 6 മാസം ഇരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് പ്രോപ്പർ റാമ്പ് ഇല്ല, പ്രോപ്പർ സ്കൂളിൽ ഒന്ന് പോകണമെങ്കിലോ ഒരു തിയേറ്ററിൽ പോകണമെങ്കിലോ ഒരു ഗ്രോസറി പോകണമെങ്കിലോ അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ. അപ്പോഴാണ് മോൾ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഖത്തറിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പാർക്കിൽ പോയാലും മോൾസ് പോയാലും എവിടെ പോയാലും നമ്മൾ സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ എപ്പോഴും കാണാറുണ്ട്, പക്ഷെ നാട്ടിലത് വളരെ കുറവാണ് കാണുന്നത്. അപ്പൊ എന്തായിരിക്കും? അപ്പോഴാണ് നമ്മൾ പറയുന്നത് അത് ഡെഫിനറ്റ്ലി ചിലപ്പോൾ വീട്ടിലായിരിക്കും, കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പം മോളൊരു ഇപ്പൊ പറയുന്ന ഒരു അംബീഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഐ വോണ്ട് ടു ബി എ വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്നുള്ളതാണ്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു വോയിസ് ആവണം എന്നുള്ളതാണ് മോളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ നതാനിയയ്ക്കൊപ്പം തന്നെ നീതുവിനെയും വിപിനെയും അത്രയധികം ഇഷ്ടം തോന്നുന്നു നിങ്ങളോട്. കാരണം അത്രയും വിപിനും കൂടി വിളിക്കൂ, വിപിൻ അവിടെ ഉണ്ടെങ്കിൽ വിപിനെയും കൂടി ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരൂ. കാരണം വിപിന്റെയും കൂടി കേൾക്കണം വിപിൻ എന്താണ് പറയാനുള്ളത് എന്ന്. അന്ന് ഹായ് വിപിൻ. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ നതാനിയയുടെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു, എന്ത് സ്മൈൽ ചെയ്ത് വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു, ഒരു നെഗറ്റീവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ കളിയാക്കലുകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്താണ് വിപിൻ പറയാനുള്ളത്? എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇത്രയും നന്നായി വളർത്തിയെടുത്തത്? മോളാണെങ്കിലും കളിയാക്കലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, മോളുടെ ആ ചെറു പ്രായത്തിൽ വളർന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ടൊന്ന് ഹേർട്ട് ചെയ്യും. അവളുടെ സ്പീച്ചിന്റെ അകത്ത് പറയുന്ന പോലെ തന്നെ ഞങ്ങൾ അവളെ പറഞ്ഞ് അവക്ക് ഇതാക്കിയിരിക്കുന്ന വി ഡോണ്ട് വാണ്ട് സിംപതി, വി വാണ്ട് എംപതി ഉള്ളി. അതുകൊണ്ട് മോളോട് എപ്പോഴും പറയുന്നതാണ്, അതിപ്പോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇറ്റ്സ് ഓക്കെ, മോളുടെ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 4 months ഇൻക്യുബേറ്റർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു 4 years പോലെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോ സ്ട്രഗിൾസിലൂടെ ഓരോ സർജറീസ് ആണെങ്കിലും ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും, പിന്നെ മോളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സഹനശക്തി ഉണ്ട് മോക്ക്. ഒരുപാട് പേഷ്യൻസ്, അത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ മോളുടെ ഒരു ചിരിക്ക് ഇതുപോലെ വീണിട്ട് ചിരിക്കൊരു സർജറി ലിപ്സിന്. അപ്പം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ്, ഇവിടെ ഖത്തറിലാണ്. അപ്പൊ നമുക്ക് കാണാം ഡോക്ടർ എന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്റെ ദൈവമേ, ചിരിച്ചുകൊണ്ട് അത് ഫേസ് ചെയ്യുക. ഡോക്ടർ എന്റെ അടുത്ത് പറയാ ഇത് സീരിയസ്ലി അത്ഭുതമായിരിക്കുന്നു. കാരണം എസ്പെഷ്യലി ഈ ഏജ് നമ്മൾ പോലും ഇത്രയും സഹനം വേണം ഏത് കാര്യം, ഈവൻ ഈ സർജറീസിൽ കൂടെ പോകുമ്പോഴും ആള് ചിരിച്ചുകൊണ്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോ മോളുടെ മാത്രമല്ല, മോളുടെ ഇതുപോലെ ഒത്തിരി പേരൻസ് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഇപ്പൊ മോളെ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ പേരൻസിനോടും അവര്
അവരുടെ ആ കുഞ്ഞുങ്ങളോടും പറയാനുള്ള ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ ആ കുട്ടികള് അവർക്ക് എന്താണ് അവരിലുള്ള ഒരു കഴിവ്. ഇപ്പൊ മോളുടെ ആണെങ്കിലും ആ ഒരു സ്പീച്ച് കണ്ടെത്തുന്ന നമ്മുടെ നാട്ടിലെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പേരൻസ്, എന്റെ മദർ ആക്ച്വലി എന്നെയൊക്കെ പണ്ട് ഒത്തിരി സ്റ്റേജിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ മോളിപ്പം അങ്ങനെ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് വൺസ് ഇങ്ങനെ മോളുടെ ഇങ്ങനെ ഒരു സ്പീക്കിങ്ങിന് ആ ഒരു പവർ അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് കൊടുത്തു. പള്ളിയിലും സ്കൂളിലുമായിട്ട് 2 സ്റ്റേജ് ഇങ്ങനെ കിട്ടി. അപ്പം ആദ്യത്തെ ഒരു നമ്മളൊരു നോട്ടിഫൈഡ് ആണ് മോൾ ഇങ്ങനെ ഒരു കഴിവുണ്ട്. ഇപ്പൊ മോനാണെങ്കിലും, എനിക്ക് 2 മക്കളാണ്, മൂത്തൊരു മോനാണ്, നെയ്തൻ എന്ന പേര്. അപ്പൊ മോനാണെങ്കിലും മോന്റെ ഒരു ഉള്ളിലെ കഴിവ് എന്താണ്, ഇപ്പം പഠിക്കുന്നതും അതല്ലാതെ ഒരു എക്സ്ട്രാ കരിക്കുലർ. അപ്പൊ അവനാണെങ്കിൽ നല്ലതായിട്ട് ഡ്രംസ് വായിക്കട്ടെ, അവൻ ചെറുപ്പത്തിലെ മുതലേ ഡെസ്കിലൊക്കെ ഇങ്ങനെ കൊട്ടു. അപ്പൊ നല്ല ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മ്യൂസിക്കൽ ആ ഒരു നല്ലൊരു താളുണ്ട് അവന്. അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ അവനൊന്ന് വളർന്നു വന്നു കഴിയുമ്പോൾ തന്നെ അവനോട് ഇങ്ങനെ ഇഷ്ടമാണ് ഡ്രംസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവൻ അതിനകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം എല്ലാ പിള്ളേരുടെ ഉള്ളിൽ ഓരോ കഴിവും. അപ്പൊ നമ്മൾ എന്ന് അത് കണ്ടെത്തുന്നു അല്ലെങ്കിൽ അവരായിട്ട് അത് തിരിച്ചറിയുന്നു, ആ ഒരു കഴിവ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്നതിലാണ് ഏറ്റവും നല്ല കാര്യമെന്ന് എല്ലാ പേരൻസിനോടും. ആരും ഒരിക്കലും ഡെസ്പ് ആവല്ലോ. നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും എപ്പോഴും അത് സ്റ്റെപ്പ് ബാക്ക് ആവും. എപ്പോഴും ഈ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഓൺലൈൻ്റെ അകത്ത് തന്നെ അവരെ എന്താണോ അവരിപ്പോ പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോ നാട്ടില് എല്ലാ ഹൈ സ്റ്റേജിൽ ഏതാ വരുന്ന കലാകാരന്മാർ കാണാം, എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് കാണാം. ഏതാണോ അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യം, അതിലെ പോട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ചെറുപ്പം പോലെ അങ്ങനെ ഓരോ കാര്യങ്ങളില് അവളെ മോട്ടിവേറ്റ് ചെയ്ത് മോളിപ്പം ചിരിച്ചിരിക്കുന്നതിന്റെ അകത്ത് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ആസ് എ പേരൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എഫേർട്ട് എനിക്ക് മനസ്സിലാവും. നതാനി അവിടെ നിന്ന് ചേട്ടനെയോ സഹോദരനെ വിളിക്കുന്നുണ്ട്. എന്തായാലും ഫ്രെയിമിലേക്ക് വന്നോളാൻ പറയുന്നു, കാണട്ടെ. അപ്പോ ഖത്തറിൽ നിന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന പോലെ, അരികിലിരിക്കുന്നത് പോലെ, ഞങ്ങളോട് പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹായ്, നിങ്ങൾ കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോ എനിക്കിനി നതാനിയോട് സംസാരിക്കാനുള്ളത് എന്താണ് ഡ്രീം എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും വലിയ ബിഗസ്റ്റ് ഡ്രീം ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവാനുള്ളതാണ്. എന്റെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഡ്രീം. അതുപോലെ തന്നെ എന്റെ പേരൻസിനെയും എല്ലാരെയും പ്രൗഡ് ആക്കാനാണ് എന്റെ ആഗ്രഹം. അവരെല്ലാരും എനിക്ക് വേണ്ടി ഒത്തിരി വെറി ചെയ്തിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, എന്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും. അപ്പം ഈ ഉള്ള 13 years അല്ലെങ്കിൽ ഫോർ എവർ എനിക്ക് അവരെ പ്രൗഡ് ആക്കാനാണ് എന്റെ ആഗ്രഹം. ഇനി എന്താണ് വേണ്ട നീതു, വിപിൻ? ഇതിലധികം നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മുഴുവനായിട്ടും അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെയുള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പാരൻസിന് പ്രചോദനമാണ്. കുഞ്ഞുങ്ങളെ വീട്ടിൽ അടച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വീട്ടിൽ അടച്ചിട്ട് ഇരുത്തേണ്ടതല്ല. അവർക്ക് വേദികൾ കൊടുക്കുക, പൊതുസമൂഹത്തിലേക്ക് അവരെ ഇറക്കി വിടുക. അവർക്കുള്ളിൽ കഴിവുകളുണ്ട്, അത് കണ്ടെത്തണമെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും നേരം അതിഥികളായി എത്തിയതിന് താങ്ക് യു സോ മച്ച്. നതാനിയ മോളെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. മോളുടെ ഡ്രീംസ് എല്ലാം സത്യമാകട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.